അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ എടുത്തു നോക്കൂ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തൂഫാൻ എന്ന് പറയുന്ന വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കൊന്നു എന്ന് ചരിത്രം പറയുകയാ. നീ അത് വിശ്വസിക്കാൻ നിനക്ക് മടിയായിരുന്നു. അതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുനാമിയെ കൊണ്ടുവന്നിട്ട് നിനക്ക് തൂഫാനിനെ കാണിച്ചു തന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ നമുക്ക് സുനാമി തന്നു. അത് കഴിഞ്ഞ് വെള്ളപ്പൊക്കമുണ്ടായി. 1 വർഷമല്ല 2 വർഷമല്ല വെള്ളപ്പൊക്കം കടന്നു വന്നു. അത് കഴിഞ്ഞപ്പോ പടച്ചവനെ നിപ വന്നു. അത് കഴിഞ്ഞ് കൊടുങ്കാറ്റ് വന്നു. അത് കഴിഞ്ഞ് റബ്ബേ കോവിഡ് വന്നു. വർഷങ്ങളോളം 1, 2, 3, 4 പടച്ചവനെ കോവിഡിന്റെ ഓരോ കൊറോണയുടെ ഓരോ വിഭാഗങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. എന്നിട്ടും തീർന്നില്ല. പിന്നെയും നിപ വന്നു. അത് കഴിഞ്ഞ് അവസാനം ഇപ്പൊ കൊരങ്ങുപനി, അത് കഴിഞ്ഞപ്പോ പന്നിപ്പനി. എന്തെല്ലാമാണ് കടന്നു വരുന്നത്. ഇന്നുവരെ കേൾക്കുന്ന ശിക്ഷകൾ അല്ലാഹു നമ്മളിലേക്ക് ഇറക്കി വിടുകയാ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന നിന്റെ മുൻഗാമികൾക്ക് വന്ന് സംഭവിച്ചതുപോലെ ദുരന്തങ്ങൾ നിന്നെ തേടി വരാറുള്ള കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, അല്ലാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ നിസാരമാക്കിയതിന് റബ്ബ് തരുന്ന ശിക്ഷയാണോ? എന്തെല്ലാമെന്ന് സഹോദര, സുനാമി ഉണ്ടായി, ലക്ഷങ്ങൾ മരിച്ചുപോയില്ലേ? നന്നായില്ലല്ലോ. കൊടുങ്കാറ്റടിച്ചില്ലേ? അല്ലാഹുവേ ഓക്കി വന്നു. എന്തൊക്കെ കൊടുങ്കാറ്റുകൾ വന്നു. മാസത്തിലും പടച്ചവനെ ഏത് പുണ്യമായി പെരുന്നാളിൽ അന്ന് പോലും വെള്ളപ്പൊക്കമുണ്ടായില്ലേ? ഉരുൾപൊട്ടലുണ്ടായില്ലേ? സർവരും പള്ളിപ്പറമ്പ് പോലും മയ്യത്തുകൾ പോലും ഒലിച്ചു പോയില്ലേ? വീടുകൾ പോലും ഒലിച്ചു പോയില്ലേ? അത് കഴിഞ്ഞ പടച്ചവനെ ലക്ഷങ്ങളല്ലേ വന്നിട്ട് മരിച്ചുപോയത്? ലക്ഷങ്ങൾ മരിച്ചുപോയല്ലോ. ഇപ്പോഴും രോഗം കാരണം പലരും മരിച്ചുകൊണ്ടിരിക്കുകയാ. അത് കഴിഞ്ഞപ്പോ റബ്ബേ മയ്യത്ത് കുളിപ്പിക്കുവാനോ കഫൻ പൊതിയുവാനോ അടുത്തു പോകുവാനോ സാധിക്കാതെ നല്ലതുപോലെ ഒന്ന് കബറടക്കാൻ പോലും കഴിയാതെ ജെസിബിക്ക് കുടിയെടുത്തിട്ട് കബറിനകത്ത് പൊതിഞ്ഞിട്ട് കൊണ്ട് കബറടക്കുന്ന രംഗം അല്ലാഹു കാണിച്ചു തന്നില്ലേടാ? എന്നിട്ട് പോലും നമുക്ക് നന്നാകാൻ മനസ്സില്ല. ഇപ്പൊ പടച്ചവനെ കൊരങ്ങുപനി വന്നിരിക്കുകയാ. പന്നിപ്പനി വന്നത് കാരണം പന്നികളെ കൊന്നുകൊണ്ടിരിക്കുകയാ. ഇതെല്ലാം കണ്ടിട്ടും വന്നിട്ടും ഞാനും നിങ്ങളും പഠിക്കുന്നില്ലല്ലോ. എന്ത് ദുനിയാവാ ഉസ്താദ്? എന്താണ് ഒന്നിന് പിറകെ ഒന്നൊന്നായി അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം സമുദായമേ, രോഗങ്ങൾ ഒരു ഭാഗത്ത്. മുസ്ലിമിന് ഇസ്സത്തുണ്ടോ? മുസ്ലിമിന് അഭിമാനമുണ്ടോ? ആണം കെടുകയല്ലേ? ഏതോ നിന്റെ ഇസ്സത്തിന് നിന്ന് വിലയുണ്ടോടോ? മുസ്ലിം സമുദായത്തിന് വിലയുണ്ടോ? പടച്ചവനെ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുകയാ. വരുന്നവനും പോകുന്നവനുമെല്ലാം കളിയാക്കുകയാ, പരിഹസിക്കുകയാ, നാണം കെടുത്തുകയാ. ഇസ്ലാമിന്റെ നിയമങ്ങളെ പുച്ഛിച്ചു തള്ളുകയാ. ഇസ്ലാമിന്റെ വസ്ത്രമിട്ടവനെ പരിഹസിക്കുകയാ. നാളെ നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്ലീസ് ഒരു പ്രസംഗം നടത്തുമെന്ന് തന്റെ അനുയായികളോട് വലിയ പ്രഭാഷണം നടത്തും. അത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ നരകത്തിലേക്ക് കടന്നു പോകുന്ന അപ്പൊ ഇബ്ലീസ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമത്രേ. ഇബ്ലീസ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഇബ്ലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുമത്രേ. അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കും. അപ്പോ ഫിർഔൻ ചോദിക്കും, നീ എന്താടാ എന്നെ കണ്ടപ്പോ എഴുന്നേക്കണേ? നീ ഒറ്റ ഒരുത്തനെ എന്നെ നശിപ്പിച്ചേ, എന്നെ പിഴപ്പിച്ചത് നീയാടാ. ഇന്ന് എന്നെ കണ്ടപ്പോ നീ കളിയാക്കുന്നോ? നീ എഴുന്നേക്കുന്നത് എന്താ? അപ്പൊ ഇബ്ലീസ് പറയും, നീ സാധാരണ ഒരാളൊന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ്. അപ്പൊ ചോദിക്കും, എന്താണ്? ഇബ്ലീസിനോട് ചോദിക്കും എന്തേ കാരണമെന്ന്. ആ സമയത്ത് ഇബ്ലീസ് പറയും, നിന്നെ മാത്രമല്ല ഞാൻ പിഴപ്പിച്ചത്, ഈ നരകത്തിൽ കിടക്കുന്ന സർവ്വ ആൾക്കാരെയും പിഴപ്പിച്ചത് ഞാനാണ്. നിന്നെയും ഈ നരകത്തിൽ കിടക്കുന്ന സർവ്വ ആൾക്കാരെയും പിഴപ്പിച്ചത് ഞാനാ, സമ്മതിച്ചു. പക്ഷെ ഇന്ന് വരെ ഞാൻ ആരോടും ഞാൻ അള്ളയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് എന്താ പറയണത്? ഞാൻ ഇന്ന് വരെ ആരോടും ഞാൻ അള്ളാണെന്ന് ഇന്ന് വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അവൻ അള്ള ആരാണെന്ന് നല്ലതുപോലെ ഇബ്ലീസിനറിയാം. പക്ഷെ ആര് പറഞ്ഞു? ഫിർഔൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅല, ഞാനാ റബ്ബെന്ന്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ആരാ? അതാ റമദാൻ മാസത്തിൽ പോലും
നോമ്പ് പിടിക്കാതെ നടക്കുന്ന എത്രയോ മുസ്ലിമീങ്ങൾ പള്ളിയുടെ മുറ്റത്ത് കിടക്കും, എന്നാലും പള്ളി കയറില്ല. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അതിന് നിസ്സാരമാക്കിയത് റബ്ബ് സീല് വെച്ച് കളയും. അള്ളാഹു അവരുടെ ഹൃദയം അടച്ചു കളയും. പിന്നെ എന്തു പറഞ്ഞാലും കേറൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മൂന്നാമതായി പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിനെ അവഗണിച്ച് കളയുന്ന മനുഷ്യ, അല്ലാഹു അവർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനത കണ്ടപ്പോ അവിടുന്ന് പ്രവാചകനായ മൂസാ നബിയെ വല്ലാതെ ഉപദ്രവിച്ചപ്പോ മൂസാ നബി അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാത്തത്? എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിക്കുമ്പോ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഫലമ്മാ സാഹു അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു അവരുടെ ഹൃദയങ്ങളങ്ങ് സീല് വെക്കുകയാണ്, അവരുടെ ചെവികളങ്ങ് അടച്ചു കളയുകയാണ്. അടച്ചവനെ അവരുടെ ഹൃദയത്തിലേക്ക് പിന്നെ ദീനിന്റെ വെളിച്ചം, ഈമാനിന്റെ പ്രകാശം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു പോകൂല. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം കേട്ടിട്ടതിനെ പരിഗണിക്കാതെ നിസാരമാക്കി ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവര്, തള്ളുന്നവര്, തലമറയ്ക്കാൻ പറയുമ്പോ ഉസ്താദന്മാരെ കളിയാക്കുന്നവര്, മുടിവെട്ടാൻ പറയുമ്പോ ഉസ്താദന്മാരെ കളിയാക്കുന്നവര്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഉയർന്ന ഉസ്താദന്മാരെ പറയുമ്പോ എനിക്ക് വേറെ പടിയില്ലെന്ന് പറഞ്ഞു പുച്ഛിച്ച് തള്ളുന്ന യുവത്വേ, അല്ലാഹു നിനക്കൊരുക്കി വെച്ചിട്ടുണ്ടടാ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടടാ, നിനക്ക് വേണ്ടി ഞാൻ ഭയാനകമായ ശിക്ഷ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പടച്ച റബ്ബ് നിന്നോട് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ 22 ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അവന് ബുദ്ധി കൂടിയപ്പോ അവൻ ചോദിക്കുന്നു, ഉസ്താദേ നരകം എവിടെയായിരിക്കുന്നത്, സ്വർഗം എവിടെയായിരിക്കുന്നത്? ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ? പഠിച്ചവനെ, നരകത്തെ കുറിച്ച്, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച്, നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ചു അവിടെന്ന് പറയുമ്പോ നരകത്തിന്റെ തീയില് 70 അംശമാണ് ഈ ദുനിയാവിലെ തീയെന്ന് പറയുമ്പോ അതുപോലും പഠിച്ചവനെ പുച്ഛിച്ച് തള്ളുന്ന ചെറുപ്പക്കാരാ, ഇതൊക്കെ കാണുന്ന ഒരു ദിവസം വരാറുണ്ടടാ. നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ഈ ദുനിയാവിലൂടെ നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ, പോലെ നിനക്ക് ജീവിക്കാം. ഈ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, നിനക്ക് ഏത് വസ്ത്രവും ധരിക്കാം, കാഴ്ചവനെ എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഏത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം, വിളിക്കാനും കൂടെ നിൽക്കാനും ആളുണ്ടല്ലോ. എന്റെ ചെറുപ്പക്കാരാ, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാകളത്തിലൂതി കഴിയുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ ഭയാനകമായ കോടതിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ എങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ഇതാ റഅതഹും മിൻ മകാനിൻ എന്റെ ചെറുപ്പക്കാരാ കാണുകയാ, അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ എന്ന് പറഞ്ഞ നിസാരമാക്കി കളഞ്ഞ വെറുതെ
ഉസ്താദന്മാര് പറഞ്ഞതാണെന്ന് പറഞ്ഞ നരകമുണ്ടല്ലോ, ആ നരകത്തെ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കം തന്റെ അനുയായികളും കരഞ്ഞു വിളിച്ചുകൊണ്ട് തലതാട്ടി പിടിച്ച് അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയാണ്. അവര് തല പോലും ഉയർത്തുന്നില്ല. എല്ലാവരും തലതാട്ടി പിടിച്ചുകൊണ്ട് നരകത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവരികയാ. 70,000 ചങ്ങലകളിലാ അല്ലാഹുവിന്റെ നരകത്തിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നത് 70,000 ചങ്ങലകളിലാ. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. ഒരു ചങ്ങലയുടെ വലിപ്പം നിനക്കറിയുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ചെറിയ ചെറിയ ചങ്ങല ഞാനും നിങ്ങളും കാണുന്നവരാണല്ലോ. ആ ചങ്ങലയിൽ ചെറിയ ചെറിയ കൊളുത്തുകളുണ്ടല്ലോ. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയുമോ? ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാ. ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഒരു പ്രപഞ്ചത്തിനെക്കാളും വലുതാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പമെന്ന് മുത്തുനബി എവിടെന്ന് പഠിപ്പിക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കും തന്റെ അനുയായികളും അല്ലാഹുവിന്റെ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞവനെ നീ നാളെ എന്തു പറയുമെന്നറിയുമോ? റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകം ഇങ്ങനെ കാണുമ്പോ അല്ലാഹുവേ, റബ്ബനാ എന്റെ രക്ഷിതാവേ, അബ്സറിനാ ഞാൻ കണ്ടുപടച്ചവന്, എന്റെ കണ്ണുകൊണ്ട് കണ്ടുപടച്ചവന്, നരകത്തെ കണ്ടുപടച്ചവന്, നരകത്തിന്റെ വലിപ്പം കണ്ടുപടച്ചവന്, നരകത്തിന്റെ തീ കണ്ടുപടച്ചവന് കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലാ. വിളിക്കുന്നത് കേൾക്കുന്ന പടച്ചവന്, അട്ടഹസിക്കുന്നത് കേൾക്കുന്ന പടച്ചവന്, ആ നരകത്തിന്റെ വിളി പോലും എന്റെ ചെവി കൊണ്ട് കേൾക്കാമല്ലാ. ഫർജിഅനാ, ഒരു ചാൻസ് താ അല്ലാ എന്ന് പരലോകത്ത് കിടന്ന് പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോ മാറുമറയ്ക്കാൻ പറഞ്ഞാ നിനക്ക് പുച്ഛമാ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞാ നീ പരിഹസിക്കുകയല്ലേ? നിനക്ക് വെറുതെയാണെന്ന് പറയുന്ന പെങ്ങള്, ഈ രാജ്യത്ത് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ. പുതിയ നിയമം വരികയാണ്, ആണിനും പെണ്ണിനും ഒരുമിച്ചിരിക്കാമല്ലോ. ഏതോ കല്യാണം കഴിഞ്ഞ പെണ്ണ് സോമനസാല ഒരു തന്റെ കൂടെ കിടന്നാല് കേസില്ലാത്ത രാജ്യം പോയി എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവനെ പിടിച്ചകത്തിടും നിയമം. നമ്മുടെ രാജ്യം എങ്ങനെ പോകുന്നു സഹോദര സഹോദരി? ഉല്ലസിച്ച് ജീവിക്കാൻ ഒരു കുഴപ്പമില്ല. പറയുന്നവനെ ട്രോളാനാള്, പറയുന്നവനെ പരിഹസിക്കാനാള്. ഇവനൊക്കെ ഏത് കാലം 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബിയോടെ ഇവനൊന്നും വ്യവനം വെച്ചില്ലടാ ഉസ്താദന്മാര്. ഇവനൊക്കെ നടക്കുക, സ്വർഗത്തിൽ പടവുണ്ട്, സ്വർഗത്തിൽ പദവിയുണ്ട്, സ്വർഗത്തിൽ കൊട്ടാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന കാലം, പറയുന്നവനെ പുച്ഛിക്കുന്ന കാലം. എങ്ങനെ വേണമെങ്കിലും നടന്നോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. അല്ലാഹു പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ. ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രായപൂർത്തിയായപ്പോ അല്ലാഹു പറയുന്നു, മോനെ ഇത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി, ഇത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി കഷ്ടപ്പാടാ. ഇതിലേ പോകണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. ഈ കാണുന്ന വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ. അല്ലാഹു പറയുകയാ, മോനെ ഈ കാണുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകാം. കള്ളുകുടിക്കാൻ പറ്റൂല, വ്യഭിചരിക്കാൻ പറ്റൂല, പലിശ തിന്നാൻ പറ്റൂല, മുടി വളർത്താൻ പറ്റൂല, കീറിയ പാണ്ടിടാൻ പറ്റൂല. നീ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം, നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ദിക്ർ പറയണം, അല്ലാഹനെ പേടിച്ച് ജീവിക്കണം. ഇങ്ങനെ സഞ്ചരിച്ചു പോയാൽ സ്വർഗ്ഗത്തിൽ പോകാം. ഈ കാണുന്ന വഴി കള്ളുകുടിക്കാം, വ്യഭിചരിക്കാം, ഊടുതുണിയില്ലാതെ നടക്കാം, എന്തു തോന്നിവാസവും കാണിക്കാം, ഒരാളും ചോദിക്കൂല.
ഒരാളും തടയൂല. ഇതിലേ പോയാൽ അവസാന ഒരു കുണ്ടാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, ഏത് വേണമെന്ന് നീ തീരുമാനിക്കുക. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഇപ്പൊ എല്ലാവരും പടച്ചവനെ ആണും പെണ്ണും ഒന്ന് ആലോചിച്ചു നോക്കി. എന്തൊക്കെയാ ആണും പെണ്ണിന്റെ അവസ്ഥകളൊക്കെ ഒന്ന് ചിന്തിക്കും സഹോദര. ഫേസ്ബുക്ക് എടുത്തു നോക്കിയാൽ, വാട്സപ്പ്, എന്തിനാ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ താത്താമാരുടെയും നമ്മുടെ പെമ്മക്കളുടെ ഒക്കെ വീഡിയോകളൊന്ന് കാണേണ്ടതാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും എന്താ റഹ്മാനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബോധവുമില്ലല്ലോ. എന്തൊക്കെ തോന്നിവാസങ്ങൾ, എങ്ങനെയുള്ള വീഡിയോകൾ, വൃത്തികെട്ട വീഡിയോകൾ. പടച്ചവനെ എന്തെല്ലാമായില്ലേ. അൽഹംദുലില്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. കുറെ എണ്ണം വന്നിട്ട് ഇരിക്കും ചാമ്പുന്ന കാലം. ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം അങ്ങനെ കുറെ എണ്ണം ചാമ്പിക്കുന്നതിന്റെ പുറകെ നടക്കും. വേറെ ആണും പെണ്ണും ചാമ്പിക്കൊണ്ട് നടക്കാം. നിന്നെയൊക്കെ റബ്ബെടുത്തിട്ട് ചാമ്പുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് ഓർക്കണില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, സാരം എല്ലാവരും, പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും എന്തൊക്കെ രീതിയിലുള്ള വീഡിയോകൾ എന്ന് വിളിച്ചുകൊണ്ട് നടക്കാം. എല്ലാത്തിനും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. പക്ഷെ അള്ളാഹ് പറഞ്ഞത് എന്തെന്നറിയോ? ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. എന്തും മറന്നാൽ ഇത് മറക്കരുത്. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട്, എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട് പറയുന്നു, നിങ്ങൾ ഏതായത്തും മറന്നാലും 6600 പരം വരുന്ന ആയത്തുണ്ടെന്നാ. 6666 ആയത്തുണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുകളുണ്ട്. നിങ്ങൾ എടുത്തു വെച്ച് നോക്കി. ഏതായത്ത് മറന്നാലും ഒരായത്ത് നിങ്ങൾ മറക്കരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് നിങ്ങൾ മറക്കരുത്. ഏതായത്തും അറിയുമോ? യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. മറക്കല്ലേടാ ചെറുപ്പക്കാരാ, പെണ്ണന്മാരെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, കോളേജിൽ പഠിക്കുന്ന +1-നും +2-നും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന എന്റെ പൊന്നു സഹോദരിമാരെ, ഏതായത്ത് മറന്നാലും നീ മറന്നു പോകരുത്. ചെറുപ്പക്കാരാ, അല്ലാഹു പറയുകയാ, ഈ ആയത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ട്. അല്ലാഹുവേ, യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. സ്വഹാബാക്കൾ യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി. ഒരു നാട്ടിലെത്തിയപ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗന്ദര്യറാണിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ കാണുകയാ. പെണ്ണിനെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് വല്ലാത്ത പ്രണയം തോന്നുകയാണ്. യുദ്ധത്തിന് പോയവനാണ്. പടച്ചവനെ, ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ആ പെണ്ണിന്റെ അടുക്കൽ പോയിട്ട് തന്റെ ആഗ്രഹം പറയുമ്പോ പെണ്ണു പറയുകയാ, എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നീ പറയുന്നത് സമ്മതിക്കാം. നീ നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ കൂടെ വന്നാ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. സഹാബികൾ പറയുന്നത് കേൾക്കാതെ ചെറുപ്പക്കാരൻ അവിടെ മതം മാറിയിട്ട് അവനിന്റെ മതം സ്വീകരിക്കുകയാ. പടച്ചവനെ, ചരിത്രം പറയുന്ന യുദ്ധം പോലും അവിടെ പരാജയപ്പെടുകയാണ്. സ്വഹാബത്ത് തിരിച്ചു വന്നു. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അല്ലാഹുവേ, അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയാ നാട്ടിലൂടെ യാത്ര പോകുമ്പോ കൂട്ടുകാരനെ കുറിച്ച് ഓർമ്മ വരികയാ. പണ്ട് യുദ്ധത്തിന് വന്ന ഒരുത്തൻ ഒരു പെണ്ണിനെ കണ്ടപ്പോ മതം മാറി വിവാഹം കഴിച്ച് അവരുടെ കൂടെ കൂടിയല്ലോ. അവരെ കുറിച്ചൊന്നറിയണമല്ലോ. അവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാ. അവസാനം അടുത്ത് ചെന്ന് കുടുംബകാര്യവും വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അവസാനം പിരിയുമ്പോ സ്വഹാബി ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ച ഹാഫിളായിരുന്നല്ലോ. നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ. നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഓർമ്മയുണ്ടോ? പഠിച്ചവനെ, ആ മനുഷ്യൻ പറയുകയാ, എല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയി. എനിക്കാകെ ഓർമ്മയുള്ളത് ഒരേ ഒരായത്താ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി. എനിക്ക്
ഒരെണ്ണം ഓർമ്മയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഏതായത്തെന്നറിയോ? ഇന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോടും എന്റെ സഹോദരങ്ങളോടും എനിക്ക് പറയാറുള്ളത്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ജീവിച്ചോ. തോന്നിവാസികളെ പോലെ പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം ആസ്വദിക്കാറുള്ളതാണ്, ഇത് അടിച്ചു പൊളിക്കാറുള്ളതാണ്, ഇതിങ്ങനെ വെറുതെ കളയാറുള്ളതല്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിക്കുന്ന യുവത്വേ, അല്ലാഹു പറയുകയാ, എന്തു മറന്നാലും ഈ ആയത്ത് നിങ്ങൾ മറക്കരുത്. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതൊരു ഭീഷണിയാടാ, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാടാ, ഇതൊരു ഓർമ്മപ്പെടുത്തലാപങ്ങള്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചറബുണ്ടല്ലോ, എന്റെയും നിന്റെയും നാഥനായ അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാൽ, എങ്ങനെയൊക്കെ ജീവിച്ചാൽ, എവിടെ പോയി ഒളിച്ചാൽ, എടാ അവസാനം നീ എന്റെ മുന്നിൽ തന്നെ തിരിച്ചു വരണ്ടവനാടാ. അല്ലാഹു പറയുകയാ, ഓന്തോടി എവിടെ വരെ ഓടും? എടാ ഓന്തോടി എവിടെ വരെ ഓടും? ഓടുന്നതിനൊരു പരിധി ഉണ്ടടാ, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അല്ലാഹു പറയുകയാ, നിനക്ക് എങ്ങനെ വേണേലും നടക്കാം, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ നടന്നോ, പക്ഷേ നീ എന്റെ മുന്നിൽ തന്നെ തിരിച്ചു വരും. അന്ന് ഞാൻ കാണിച്ചു തരാം ചാമ്പുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എവിടെ പോയാലും കാക്കാമാരെ തിരിച്ച് അല്ലാഹുടെ മുന്നിൽ തന്നെ നീ വരും, നീ എന്റെ മുന്നിൽ തന്നെ തിരിച്ചു വരും, നിന്നെ ഞാൻ കൊണ്ടുവരും. അന്ന് കാണിച്ചു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ഖുർആൻ ഓതുമ്പോ, നന്മകൾ പറയുമ്പോ, നിസ്കരിക്കാൻ പറയുമ്പോ, ഖുർആൻ പഠിക്കാൻ പറയുമ്പോ, ഖുർആൻ ഓതാൻ പറയുമ്പോ നിസ്സാരം കളിയാക്കലും പരിഹാസവും തമാശ കളിച്ച് കളിച്ച് നടന്നോ. റബ്ബ് നിനക്ക് കാണിച്ചു തരും, ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ല നിനക്ക്. അല്ലാഹു പറയുകയാ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, ചെറുതൊന്നുമല്ല, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ ശിക്ഷ, നാല് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാ, ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ നടക്കുന്നവനെ ഉപമിക്കുകയാണ്. ചില കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കും, നീ എന്താ കഴുതയാടാ, എന്താ കഴുതയെ പോലെ അടക്കണം ചോദിക്കാറില്ലേ? പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോ, എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ വരുമ്പോ നമ്മൾ ചോദിക്കും, നീ എന്താ കഴുതയെ പോലെ അടക്കണേ, എന്താ കഴുതയുടെ സ്വഭാവം ചോദിക്കില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കി കളയുന്നവൻ അല്ലാഹു കഴുതയോടാ ഉപമിച്ചത്. അല്ലയാ ഉപമിച്ചത്. അല്ലാഹു മനുഷ്യനെ കഴുതയോട് ഉപമിക്കുകയാ, ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറാ. കഴുതയോട് അല്ലാഹു മനുഷ്യനെ ഉപമിക്കുകയാണ്. മസലുഹും കമസലിൽ ഹൈമാരി യഹ്മിൽ അസ്വാറ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ മനുഷ്യൻ ഉൾക്കൊള്ളുന്നില്ല, ചിന്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അല്ലാഹു ചോദിക്കുന്നത്, നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അല്ലാഹു ചോദിക്കുന്ന ചോദ്യം ചിന്തിക്കാൻ അല്ലാഹു പറഞ്ഞേ. നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, നീ മനസ്സിലാക്കുന്നില്ല? അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ വ്യക്തമായി ചോദിക്കുന്നു എന്നോടും നിങ്ങളോടും. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കഴുതയോട് ഉപമിക്കുകയാണ്. അഞ്ചാമതായിട്ടോ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫഇന്ന അറദൂ ഫഖുൽ أنذرتكم صاعقة مثل صاعقة عاد وثمود. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങളെ പടച്ചവരെ